അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ മാറ്റമുണ്ടാകും. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും കുറ്റവാളിയായിട്ടല്ല കാണുന്നത്. അവർക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സമചിത്തതയോടെ കേൾക്കാനും അത് പരിഹരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരിക്കും കേരള പോലീസ് ഇനി മുതൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ SI നേരത്തെ പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്നു ചുമതലക്കാരൻ. പിന്നീടത് മാറി CI ആയി മാറി. SIക്കുള്ള സ്റ്റേഷന്റെ അധികാരം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇനി മുതൽ സ്റ്റേഷനിലേക്ക് SIമാരും CIമാരും DYSPമാരും ഉണ്ടാകണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പഠിക്കാൻ ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു 5-അംഗ ടീമിനെ ഇന്ന് DGP നിയോഗിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്കൂളുകൾ ജൂൺ 1 മുതൽ തുറക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിന്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലുമുള്ള കുട്ടികളെയാണ് അവരെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്നിന്റെ സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് ഒരു വൻ വിജയമാക്കാൻ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. കാരണം ഇത് നമ്മുടെ ഭാവി തലമുറയെ കരുതിയുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് കേരള പോലീസ് ഉടനടി ആരംഭിക്കുന്നത്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളുമാണ് വിശദമായ ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹായം ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങൾ, എല്ലായിടത്തും ഇതിന്റെ വേരുകളുണ്ട്. ആ വേരുകൾ കണ്ടെത്താൻ നമ്മുടെ കേരള DGP മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായും ബന്ധപ്പെടും. അങ്ങനെ ബന്ധപ്പെട്ട അവരുടെ എല്ലാവരുടെയും ഒരു സഹായവും കോർഡിനേഷനും ഈ കാര്യത്തിൽ ഉണ്ടാകും. പ്രധാനമായും ഈ കെമിക്കൽ നാർക്കോട്ടിക്സ് കടന്നു വരുന്ന സ്ഥലങ്ങളുണ്ട്. ആ സിന്തറ്റിക് നാർക്കോട്ടിക്സ് വരുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ഗഞ്ച വരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം DGP അവിടുത്തെ ആ സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ബന്ധപ്പെട്ട് ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഉണ്ടാകും. മറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ രേഖപ്പെടുന്നത് പോലീസിന് രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആര് ഈ ഡ്രഗുകൾ വിൽപ്പന നടത്തുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, അവരുടെ മേൽ കർശനമായ നടപടി ഉണ്ടാകും. ശക്തമായ പോലീസ് നടപടി ഉണ്ടാകും. ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാകില്ല. സ്കൂളിന്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ കർശനമായി പോലീസ് നിയമപരമായി നേരിടും.
ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന ആളുകളെയും ശക്തമായി തന്നെ പോലീസ് നേരിടാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അത് 5 സ്റ്റാർ ഹോട്ടലിലാണെങ്കിലും DJ പാർട്ടികളിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ കായലുകളിലും കടലിലുമൊക്കെ പോയി പാർട്ടികൾ നടത്തുന്നവരാണെങ്കിൽ അവിടെയെല്ലാം പോലീസിന്റെ ശ്രദ്ധയുണ്ടാകും. ഒരു കാരണവശാലും നാർക്കോട്ടിക്കിന്റെ ഉപയോഗവും വിതരണവും വിൽപ്പനയും കേരളത്തിന്റെ 4 അതിരുകളിൽ അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയാണ് കേരള പോലീസ് മുന്നോട്ട് പോകുന്നത്.